You are watching Reporter Evening Show. മുഖ്യ യജമാനായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി രാഷ്ട്രീയം കൂടിയാണ് പ്രസംഗത്തിൽ പറഞ്ഞുവെച്ചത്. ശ്രീരാമൻ ഇനി ടെന്റിലല്ല ദിവ്യമന്ദിരത്തിലാണെന്നും രാജ്യം പുതിയ കാലചക്രത്തിലാണെന്നും മോദി പറഞ്ഞു. രാമൻ വിവാദമല്ല സമാധാനമാണെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ എല്ലാ കലഹങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് RSS മേധാവി മോഹൻ ഭാഗവത്തിന്റെ നിർദ്ദേശം. हमारे रामलला अब टेंट में नहीं रहेंगे. हमारे रामलला अब इस दिव्य मंदिर में रहेंगे. राम आग नहीं है, राम ऊर्जा है. राम विवाद नहीं, राम समाधान है. राम सिर्फ हमारे नहीं है, राम तो सबके हैं. राम वर्तमान नहीं, सिर्फ वर्तमान ही नहीं, राम अनंत काल है. गुलामी की मानसिकता को तोड़कर उठ खड़ा हो राष्ट्र. अतीत के हर दंश से हौसला लेता हुआ राष्ट्र ऐसे ही नव इतिहास का सृजन करता है. आज रामलला वापस फिर से आए हैं 500 साल के बाद. जिनके त्याग तपस्या प्रयासों से ये सोने का दिन आज हम देख रहे, सुवर्ण दिवस देख रहे. हमको भी सारे कलह को विदाई देनी पड़ेगी. छोटे छोटे परस्पर मत रहते हैं, छोटे छोटे विवाद रहते हैं, उसको लेकर लड़ाई करने की आदत छोड़ देनी पड़ेगी. ചടങ്ങ് സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ച് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി പശ്ചിമബംഗാളിൽ സൗഹാർദ്ദ റാലി സംഘടിപ്പിച്ചു. പരിശോധിക്കാം പ്രതിഷ്ഠയിലെ നാനാർത്ഥം. അതിഥികളായി നമുക്കൊപ്പം CPM-ൽ നിന്നും KS അരുൺകുമാർ, BJP-ൽ നിന്നും KVS ഹരിദാസ്, ഒപ്പം MN കാരശ്ശേരി മാഷും. ആദ്യം MN കാരശ്ശേരി മാഷിലേക്ക്. മാഷെ, ഒരു പുതിയ കാലചക്രത്തിൻ്റെ ഉദയം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിരീക്ഷിച്ചത്. കലഹങ്ങളെല്ലാം അവസാനിക്കേണ്ട സമയമെന്ന് മോഹൻ ഭഗവത്. രാമരാജ്യത്തിൻ്റെ തുടക്കമെന്ന് യോഗി ആദിത്യനാഥ്. യഥാർത്ഥത്തിൽ ഇന്ന് അയോധ്യയിൽ സംഭവിച്ചത് ഒരു മതരാഷ്ട്രത്തിൻ്റെ, ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പ്രതിഷ്ഠയാണ്. അരുൺ, ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ജനാധിപത്യം ഉപയോഗിച്ച് ജനാധിപത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ദിവസത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ജനാധിപത്യത്തിൽ നിന്ന് ദൈവികാധിപത്യത്തിലേക്ക്, ഡെമോക്രസിയിൽ നിന്ന് തിയോക്രസിയിലേക്ക് നിർഭാഗ്യവശാൽ ഭാരതം കാലുമാറുന്നതിൻ്റെ ചിത്രമാണ്. ഇന്ന് ഈ ദിവസത്തിന് ചരിത്രത്തിലൊരു പ്രത്യേകതയുണ്ട്. ജനുവരി 22. അതെന്താണെന്ന് വിചാരിച്ചാൽ മതേതരത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് ജേക്കബ് ഹോളിയോക്കാണ്. അദ്ദേഹം ബർമിംഗ്ഹാമിൽ ജനിച്ച ഇംഗ്ലീഷുകാരനായ ഒരു മതേതര പ്രവർത്തകനാണ്, പത്രപ്രവർത്തകനാണ്, യുക്തിവാദിയായിരുന്നു. ദൈവനന്ദയുടെ പേരിൽ 6 മാസം തടവ് അനുഭവിച്ച ആളാണ്. സഹകരണ രംഗത്ത് വളരെ പ്രവർത്തിച്ച ആളാണ്, ധാരാളം എഴുതിയ ആളാണ്. അദ്ദേഹമാണ് സെക്യുലറിസം എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത് 1851-ലാണ്. ആ മനുഷ്യൻ 1906 ജനുവരി 22 മരിച്ചു, 118 കൊല്ലം മുമ്പ്. അപ്പം ഞാൻ ആലോചിക്കുക, എന്തൊരു യാദൃച്ഛികതയാണ്. മതേതരത്വത്തിൻ്റെ പിതാവായിട്ട് ചരിത്രം കൊണ്ടാടുന്ന ഹോളിയോക്ക് മരിച്ചതും ഇന്നത്തെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയും ഒരേ ദിവസം വന്നിരിക്കുന്നു. ഞാൻ അങ്ങേയറ്റം ദുഃഖിതനാണ്. കാരണം ഒരു മതരാഷ്ട്രത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, ഈ വാർദ്ധക്യത്തിൽ മതേതരാഷ്ട്രത്തിൽ ജനിച്ചു വളർന്ന ഞാൻ വാർദ്ധക്യത്തിൽ മതരാഷ്ട്രത്തിൽ ജീവിക്കാനും മരിക്കാനും പോവായിരിക്കും. എനിക്കതിൽ വളരെ കഷ്ടം തോന്നുന്നുണ്ട്. എന്നെപ്പറ്റി തന്നെ വളരെ സിമ്പതി തോന്നുന്നുണ്ട്. മൊത്തം എൻ്റെ നാട്ടുകാരായ 142 കോടി ജനങ്ങളെപ്പറ്റി കഷ്ടം തോന്നുന്നുണ്ട്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, പൗരാവകാശങ്ങളില്ലാതെ, പുരോഗമന ചിന്തയില്ലാതെ, ശാസ്ത്രീയ ബോധമില്ലാതെ, യുക്തിയില്ലാതെ ഒരു രാഷ്ട്രം ഏറ്റവും വലിയ പിന്മടക്കം, പിന്നോക്ക യാത്ര
പിന്നോട്ടുള്ള നടത്തം ആരംഭിക്കുകയാണെന്ന്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ ഭക്തിയും യുക്തിയും കൂടി ഒന്നിച്ചു പോവില്ല. അപ്പോൾ നമ്മൾ ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആധിപത്യം പുലർത്താൻ പോകുന്നത് ദൈവങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുരോഹിതന്മാർ ഭരിക്കും. ഇപ്പം നമ്മളെ തൊട്ടടുത്ത് പാകിസ്ഥാനുണ്ട്, അതിൻ്റെ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്, അതിൻ്റെയും കുറച്ചപ്പുറത്ത് ഇറാനുണ്ട്. അവിടെയൊക്കെ അവർ പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നാണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രം എന്നാണ്. ഇസ്ലാമിക് ആണെങ്കിൽ അത് റിപ്പബ്ലിക് ആവില്ല, റിപ്പബ്ലിക് ആണെങ്കിൽ ഇസ്ലാമിക് ആവില്ല. കാരണം കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ഇച്ഛയ്ക്കും അനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കാനും നിയമങ്ങൾ റദ്ദാക്കാനും നിയമങ്ങൾ വ്യാഖ്യാനിക്കാനും പ്രാപ്തിയുള്ള രാഷ്ട്രത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയാം. ഇന്ത്യ ഇതുവരെ റിപ്പബ്ലിക് ആയിരുന്നു. അപ്പോൾ മതരാഷ്ട്രം എന്ന് പറയുന്നത് അത് യഹൂദ മതത്തിൻ്റെ പേരിലാണെങ്കിലും ഹിന്ദു മതത്തിൻ്റെ പേരിലാണെങ്കിലും ഇസ്ലാം മതത്തിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ തുല്യമാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. കാരണം വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതനിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങളാവുന്ന ഒന്നിനെയാണ് മതരാഷ്ട്രം എന്ന് പറയാം. ശരി മാഷേ, രാജ്യം മുഴുവൻ സന്തോഷത്തിലാണ് എന്ന് മോദി പറയുന്നിടത്താണ് തന്റെ ആശങ്ക ഡോക്ടർ MN കാരശ്ശേരി ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ശ്രീ KVS ഹരിദാസ്, ഇന്ന് മേരെ പ്യാരെ ദേശവാസിയോം എന്ന് പലതവണ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. അതായത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. പക്ഷേ ജനങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു മതത്തിന്റെ കാര്യം, ഒരു ദൈവത്തിന്റെ കാര്യം മാത്രമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാചകം അടിമത്തത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് നിവർന്നു നിൽക്കുന്ന ദിവസം, രാജ്യം നിവർന്നു നിൽക്കുന്ന ദിവസം എന്നാണ്. ഇതുവരെ എന്ത് അടിമത്തമാണ് ഇപ്പോൾ ഈ രാജ്യം അനുഭവിച്ചിരുന്നത്? അല്ല സ്മൃതി, പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗം കേട്ട ശ്രദ്ധയോടെ അതിന് ചെവി കൊടുത്താൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആർക്കും സംശയമുണ്ടാവേണ്ട കാര്യമില്ല. അദ്ദേഹം ഇന്ന് സംസാരിച്ചത് അയോധ്യയിലാണ്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തിയ ഇന്ത്യയിലെ ടോപ്പ് ബ്രാസ് എന്ന് പറയാകുന്ന വലിയ വൻ പ്രഗത്ഭന്മാരെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും വളരെ വളരെ ആലോചിച്ചെടുത്തതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം എന്താ അപകടം കാണിച്ചേ? രാമലാല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ടെന്റിലാണ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ഇപ്പം മഹത്തായ മനോഹരമായ ഒരു ക്ഷേത്രം ഉയർന്നിരിക്കുന്നു. അതെന്താ അപകടം അതിലുള്ളത്? വസ്തുതയല്ലേ? കഴിഞ്ഞ 10-32 കൊല്ലമായിട്ട് അയോധ്യയിൽ എത്തിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, രാംലാലയുടെ വിഗ്രഹം ഇരുന്നത് ടെന്റിലാണ്. ആ ടെന്റിന്റെ മുകളിലുള്ള ടാർപ്പായ മാറ്റാൻ വരെ തടസ്സം നിന്ന സംസ്ഥാന ഭരണകൂടങ്ങൾ UP-യിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കോടതി കയറേണ്ടി വന്ന ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നിപ്പോ മനോഹരമായ ഒരു ക്ഷേത്രം അവിടെ രൂപം കൊണ്ടു. അതിന് വഴി തുറന്നത് ആരാണെന്ന് അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നീതിപീഠമാണെന്ന്. അതിനുശേഷം ഇന്ന് രാജ്യം കണ്ട ഒരു ചിത്രം എന്താ? നിങ്ങളൊന്നും ഇത് കാണുന്നില്ലെങ്കിൽ എനിക്ക് ദുഃഖകരമെന്നേ പറയാനുള്ളൂ. ഈ നാടും നഗരവും ഇന്ന് ആഹ്ലാദ തിമിർപ്പിലായിരുന്നില്ലേ? റോഡിലും അമ്പലങ്ങളുടെ മുമ്പിലുമൊക്കെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ഇറങ്ങി നൃത്തം ചെയ്യുന്നത് കണ്ടില്ലേ? 500 വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ ഭാരതീയരായ ഹിന്ദുക്കള് ആരാധിക്കുന്ന ശ്രീരാമചന്ദ്രന് നേരിട്ടിരുന്ന ഒരു ദുരന്തമില്ലേ? ആ ദുരന്തത്തിന് പരിഹാരമല്ലേ കണ്ടത്? അതൊരു രാജ്യത്തിന്റെ അഭിമാനമല്ലേ? ഒരു രാജ്യത്തിന്റെ അഭിമാന മുഹൂർത്തമല്ലേ? അതിനെ ഈ നിലയില് പുച്ഛത്തോടുകൂടി ആക്ഷേപത്തോടുകൂടി കാണുന്നുണ്ടെങ്കിൽ എനിക്ക് സഹതപിക്കാനേ കഴിയുള്ളൂ. ആക്ഷേപം ഇതൊരു ചരിത്രത്തിന്റെ നിയോഗമാണ്. ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭമേ അല്ല. എനിക്ക് മനസ്സിലായിടത്തോളം സ്മൃതി ചോദിച്ചത്, അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അതായത് നരേന്ദ്രമോദി പറയുന്നുണ്ടല്ലോ, നമ്മളൊരു അടിമത്തത്തിലായിരുന്നു, ആ അടിമത്തത്തിൽ നിന്നുള്ള ഉയർച്ചയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ആ അടിമത്തം എന്ന വാക്കുകൊണ്ട് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നതായി ശ്രീ KVS ഹരിദാസ് മനസ്സിലാക്കുന്നത്? അതാണ് ചോദ്യം. അല്ല ഉണ്ണി, അവിടെ എന്താ ഉണ്ടായിരുന്നത്? ശ്രീരാമന്റെ ജന്മഭൂമിയാണ്. ആ ശ്രീരാമന്റെ ജന്മഭൂമി അവിടെ ഉണ്ടായിരുന്ന മഹാക്ഷേത്രം തകർത്ത ഒരു വിദേശ അക്രമി
കാട്ടിക്കൂട്ടിയത് എന്താണെന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതൊരു സ്വാഭിമാനത്തിന്റെ മുഖമാണോ പ്രദാനം ചെയ്യുന്നത്? അതൊരു സ്വാതന്ത്ര്യത്തിന്റെ മുഖമാണോ പ്രദാനം ചെയ്യുന്നത്? വിദേശത്ത് നിന്ന് അക്രമികൾ വന്നിട്ട് കോടാനുകോടി ജനങ്ങൾ ആരാധിക്കുന്ന ഒരു ഭഗവാന്റെ ക്ഷേത്രം തകർത്ത് അവിടെ എന്തും കാട്ടിക്കൂട്ടാം എന്ന് വരുന്നത് സ്വാഭിമാനത്തിന്റെ ചിത്രമാണോ? അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? എത്രയോ വർഷമാകട്ടെ ഉണ്ണി, അത് വളരെ പ്രധാനമാണ്. എത്രയോ വർഷമാകട്ടെ. മാത്രമല്ല KVS ഹരിദാസ്, അങ്ങീ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്തിനു പ്രധാനം? എനിക്ക് ബോധ്യമാകാത്ത കാര്യങ്ങളാണ്. സുപ്രീം കോടതിക്കൊന്നും ബോധ്യമാവേണ്ട കാര്യമല്ല ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ആർക്കറിയാം? എന്തിനാ സുപ്രീം കോടതി അതും കൂടി മനസ്സിൽ വെച്ചിട്ടല്ലേ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നേ? ഇവിടെ ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലാണെന്നും അത് രാമജന്മഭൂമിയാണെന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ അത് ഇവിടത്തെ ജനതയുടെ മനസ്സിൽ ഉള്ളതിനും ശാസ്ത്രീയമായതോ ചരിത്രപരമോ ആയ തെളിവുകളില്ലെന്ന് അതേ കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് KVS ഹരിദാസ്. എന്ന് മാത്രവുമല്ല, വിശ്വാസം കണക്കിലെടുക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കോടതി വിധി ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും വിശ്വാസം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ വിധി പറയുന്നു എന്ന് പറഞ്ഞത്. അതിന് കാരണം എന്താ? ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടിലേക്ക് അവർ കടന്നിട്ടില്ല. ആർക്കിയോളജി സർവേയുടെ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിലില്ലേ? ഞാനും നിങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? അത് വളച്ചൊടിക്കാനായിട്ട് ഇടത് ചരിത്രകാരന്മാർ നടത്തിയ പ്രവർത്തനങ്ങളും നമ്മുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ലേ? ആർക്കിയോളജിക്കൽ സർവേയുടെ ചരിത്രത്തിന്റെ ഭാഗമാണിന്ന്. മണിക്കൂർ BB ലാൽ ആദ്യം ലേഖനം എഴുതിയത് ഏത് പ്രസിദ്ധീകരണത്തിലാണെന്ന് അറിയാവോ? ഇടതുപക്ഷ വ്യാഖ്യാനം അവിടെ നിൽക്കട്ടെ, ശ്രീ KVS ഹരിദാസിന് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഓർഗനൈസറിലാണ് എഴുതിയത്. എവിടെയോ ആയിക്കോട്ടെ എന്ന് പ്രശ്നം എവിടെയോ ആകാൻ അല്ലല്ല, അങ്ങനെയല്ലല്ലോ. ഒരു ചരിത്ര സത്യം BB ലാൽ കണ്ടെത്തിയാൽ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറുള്ള ഒരു വാരികയ്ക്ക് കൊടുത്താൽ അത് ഓർഗനൈസർ ആയാൽ എന്താ അപകടം? ജന്മഭൂമിയിൽ വന്നിട്ടുണ്ടല്ലോ ലാലിന്റെ ലേഖനങ്ങൾ. ലാല് മാത്രമല്ലല്ലോ, KK മുഹമ്മദിന്റെ അഭിമുഖങ്ങൾ വന്നിട്ടില്ല അന്ന്. അദ്ദേഹം മുസ്ലിം അല്ലേ, കോഴിക്കോടുകാരനല്ലേ? ആ മുസ്ലിമിന് എന്താ താല്പര്യം അത് അയോധ്യയിലെ രാമക്ഷേത്രമാണെന്ന് സ്ഥാപിക്കാൻ? അതെന്താ നിങ്ങൾ കാണാത്തെ? KK മുഹമ്മദ് എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ അദ്ദേഹമല്ലേ ആ ടീമിനെ നയിച്ചിരുന്നത്? അതെന്താ നിങ്ങൾ കാണാത്തെ? കാരശ്ശേരി മാഷിനൊക്കെ ഓർമ്മയുണ്ടാവും. കണ്ണീർ പാടത്തിൽ വൈലോപ്പള്ളി പറയുന്നൊരു വരിയുണ്ട്, ഈ കുഴിച്ച് അനിഷ്ടസ്മൃതികൾ തന്നെ അഴുക്കുപരതിച്ചെന്നെത്തുന്നു നരകത്തിൽ നിന്നാണ്. നമ്മളിങ്ങനെ കുഴിച്ചു പോയിട്ട് നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന നരകത്തിലാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ ശ്രീ അരുൺകുമാർ, നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ന് ഒരു മിനിറ്റ് വരാം, നിശ്ചയമായും വരാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ന് ഈ പറയുന്ന ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം കൊടുത്തത്. നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഭരണഘടനയോട് കൂറും വിശ്വാസവും പുലർത്തും, നിയമപരമായി വ്യവസ്ഥയപ്പെട്ട ഭരണഘടനയോട് കൂറും വിശ്വാസവും പുലർത്തും, ആർക്കും ഫേവർ ചെയ്യുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല. ഇതാണല്ലോ ഒരു സത്യവാചകം എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണല്ലോ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് തന്നെ ഇന്ത്യ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. അതായത് മതേതരമായ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ തന്നെ പറയുന്നത്. അത് ഉയർത്തിപ്പിടിക്കും എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് ഇന്നൊരു മതചടങ്ങിൻ്റെ മുഖ്യ യജമാനനായി മാറിയിരിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം മുഖ്യ യജമാനായി മാറിയത്? ഈ പ്രധാനമന്ത്രിയും ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം ഉയർത്തിപ്പിടിക്കാം. പ്രധാനമന്ത്രി എന്ന നിലയ്ക്കല്ല അവിടെ പോയിരിക്കുന്നത്. അവിടെ ആ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത് മുഖ്യ യജമാനനായിട്ടാണ്. അപ്പോൾ അങ്ങനെ മുഖ്യ യജമാനനായി വേഷപ്രച്ഛന്നനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അദ്ദേഹം ഇന്ന് നൽകിയിട്ടുള്ള സന്ദേശം എന്താണ് ശ്രീ അരുൺകുമാർ? ഇവിടെ നമ്മുടെ രാജ്യത്തിന് മതമില്ല, ഭരണകൂടത്തിനും മതമില്ല, ഭരണകൂടത്തിന് മതപരമായിട്ടുള്ള ചായ്വും പാടില്ല. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ ഇത്തരം വിഷയങ്ങളിലെല്ലാം വളരെ വലിയ സംവാദങ്ങളും ചർച്ചകളും വോക്കൌട്ടുകളും തർക്കങ്ങളും എല്ലാം ഉണ്ടായതാണ്.
ഏത് രൂപത്തിലായിരിക്കണം നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം, ഏത് രൂപത്തിൽ അറിയപ്പെടണം, അതുപോലെ ഭരണഘടന എങ്ങനെ ആരംഭിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള ചർച്ചയും സംവാദം കഴിഞ്ഞിട്ടാണല്ലോ 1949 നവംബർ മാസം 26-ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനയിൽ ഒപ്പിട്ടത്. അതുകൊണ്ട് നമ്മൾ മതനിരപേക്ഷ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു മതനിരപേക്ഷ രാജ്യം തന്നെയാണ്. അത് ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായില്ലല്ലോ എന്നതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചർച്ചകൾ എടുക്കുമ്പോൾ അത് അന്തർലീനമായിരുന്നു. അത് പ്രത്യേകമായി എഴുതി ചേർത്തത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെങ്കിലും ഈ രാജ്യത്തിന് ഒരു മതമില്ല എന്നും മതനിരപേക്ഷ കാഴ്ചപ്പാടിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നാനത്വത്തിൽ ഏകത്വമുള്ള വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ബഹുസ്വരതയുള്ള ഒരു രാജ്യം, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. ഇപ്പൊ ഭരണാധികാരികൾ, ജനപ്രതിനിധികൾ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ പോയി ആശംസകളൊക്കെ അർപ്പിക്കുന്നു നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിന്റെ മുഖ്യ കാർമ്മികത്വം ഏറ്റെടുക്കുന്ന, അതിന്റെ A to Z മുഖ്യ കാർമ്മികത്വം ഏറ്റെടുത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച ഇപ്പോൾ നാം കാണുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ദേശീയ ടെമ്പിളായി ഈ അയോധ്യയിലെ ക്ഷേത്രത്തെ മാറ്റുമെന്ന രൂപത്തിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നത്. അതുപോലെ തന്നെ രാമനെ ദേശീയ ദൈവമായി പ്രഖ്യാപിക്കും എന്ന രൂപത്തിലേക്കുള്ള ചർച്ചകൾ, പല രൂപത്തിലുള്ള ആ പ്രസംഗത്തിലെ വാചകങ്ങൾ നമ്മൾ ഉൾക്കുകയാണ്. അപ്പോൾ പടിപടിയായി ഹിന്ദു മതം ഒരു നാഷണൽ റിലീജിയൻ എന്ന രൂപത്തിലേക്കായി ഒരു രാമരാജ്യം രൂപപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ലല്ലോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേദിയിലിരുത്തിക്കൊണ്ട് RSS നേതാവ് പറഞ്ഞത് രാമന്റെ പ്രതിമയല്ല ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഹിന്ദു സംസ്കാരത്തെയാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട്. അതെ അതെ, അതായത് ഇന്ത്യയെ വിഭജിക്കുന്ന അന്ന് ആ കാലത്ത് തന്നെ ഇന്ത്യ എന്ന സംവിധാനത്തിൽ ശരിക്കും ഹിന്ദുത്വ അജണ്ടയോട് കൂടിയിട്ടുള്ള ഒരു ഹിന്ദുത്വ രാജ്യം എന്നതാണ് RSS മുന്നോട്ട് വെച്ചത്. മറിച്ച് ബാക്കിയുള്ളവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോയി. ഈ ഹിന്ദുത്വ രാജ്യത്തെ അജണ്ടയെ അംഗീകരിക്കാത്തവരെല്ലാം മറ്റു രാജ്യത്തേക്ക് പോയിക്കൊള്ളണം എന്നതാണ് പല ഘട്ടത്തിലായി RSS മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ അജണ്ടയുടെ പൂർത്തീകരണം, പ്രത്യേകിച്ച് RSS രൂപീകരിക്കപ്പെട്ടിട്ട് 100 വർഷം തികയാൻ പോകുന്ന വർഷം അടുത്ത വർഷമാണ്. അപ്പോൾ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഈ ജനുവരി മാസം 22 തെരഞ്ഞെടുത്ത് ഇതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ അജണ്ടയുടെ പൂർത്തീകരണമായി എന്ന രൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കലഹങ്ങൾ വേണ്ട, ഇനി കലഹങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. കലഹങ്ങൾക്ക് ശേഷമുള്ള അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നു, ഇനി അതിന്റെ ആവശ്യമില്ല എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യങ്ങൾ മോദിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡോക്ടർ MN കാരശ്ശേരി മാഷ് ഇന്ന് ലേഖനം എഴുതുകയുണ്ടായി, ഗാന്ധിജിയുടെ രാമൻ. അപ്പോൾ ഗാന്ധിജിയുടെ രാമൻ ഇനി BJPയുടെ രാമൻ, RSSന്റെ രാമൻ എന്ന രൂപത്തിൽ രാമൻ രണ്ടായിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഭൂരിപക്ഷ സമുദായത്തിലെ വലിയ വിഭാഗം ആർക്കൊപ്പം നിൽക്കും, ഏത് രാമനൊപ്പം നിൽക്കും എന്നൊരു ചോദ്യം ഉയരുന്നില്ലേ? സ്മൃതി, ഗാന്ധിജി രാമൻ എന്ന് പറഞ്ഞിരുന്നു, രാമരാജ്യം എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല അദ്ദേഹം തൻ്റെ ഉള്ളിലെ സത്യബോധത്തിൻ്റെ പേരാണ് രാമൻ എന്ന് പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അത് അയോധ്യാധിപതിയായ ദശരഥപുത്രനല്ല, രാമായണ കഥാപാത്രമായ സീതാപതിയല്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ രാമനും റഹീമും എനിക്ക് ഒരേ ചൈതന്യമാണ് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് വേണ്ടി സങ്കല്പിച്ചിരുന്നത് മതേതരത്വം എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ല. അദ്ദേഹം ഉപയോഗിച്ചത് സർവധർമ്മ സമഭാവന്ന, എല്ലാ ധർമ്മങ്ങളോടും എല്ലാ മത പാരമ്പര്യങ്ങളോടും ഒരേ തരത്തിലുള്ള ബഹുമാനം, പരിഗണന, ആർക്കും പ്രത്യേകിച്ച് പരിഗണനയില്ലാതെ. അതായിരുന്നു ഗാന്ധിയുടെ രീതി. പിന്നെ ഗാന്ധി മതം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല. അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട്, എൻ്റെ മതം എന്നത് എൻ്റെ രാഷ്ട്രത്തെ സേവിക്കലാണ്. ഇപ്പം ദൈവം എന്ന് പറഞ്ഞാൽ എന്താ ഗാന്ധിക്ക് ദൈവം എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്, ദൈവം സത്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു സത്യമാണ് ദൈവം. സത്യം എന്നതിനപ്പുറത്തൊരു ദൈവമില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹം വൈഷ്ണവ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് ആ ദൈവത്തെ അദ്ദേഹം സാധാരണ സത്യം എന്ന് പറയും, ഇടയ്ക്ക് രാമൻ എന്നും പറയും, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പോൾ ഈ രാമനും കൃഷ്ണനുമൊക്കെ നമ്മുടെ ഭാവനയിൽ നിന്ന് ഉണ്ടായതാണ് എന്നും അവർ ജീവിക്കുന്നത് നമ്മുടെ ഭാവനയിലാണ് എന്നും അദ്ദേഹം നവജീവനിൽ പലവട്ടം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഇതൊക്കെ രാഷ്ട്രീയ മതം എന്നൊക്കെ പറയുന്നത് മൂല്യനിഷ്ഠമായ സേവനബദ്ധമായൊരു ജീവിതമാണ്. അതിൽ അന്യെന്നൊരു ആളില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനായോഗങ്ങളിൽ എല്ലാ മതങ്ങളിലെയും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ ആലപിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഏത് സഹിഷ്ണുത, ഏത് ബഹുസ്വരത, ഏത് സമാധാനം പുലരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചോ അതിൻ്റെ ഒരു പഠനമായും പരിശീലനമായും
ആ പ്രാർത്ഥനായോഗങ്ങൾ മാറി. ആ അവസാനം 48 ജനുവരി 30 ആ പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോകുമ്പോഴാണ് ഹിന്ദുരാഷ്ട്രവാദിയായ നഥുറാം ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് എന്ന് നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കണം. ഗാന്ധി പറഞ്ഞ രാമരാജ്യവും ഹിന്ദുരാജ്യവും ഒന്നല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഹിന്ദുരാഷ്ട്രവാദിയായ ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു എന്നുള്ളത് തന്നെയാണ്. അതിനോട് രണ്ടും ഒന്നാണെങ്കിൽ വെടിവെച്ച് കൊല്ലേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കോടതിയിൽ കൊടുത്ത മൊഴി പുസ്തകമായിട്ട് ഇന്ന് മാർക്കറ്റ് കിട്ടാനുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ വെടിവെച്ച് കൊന്നു, വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി. ആ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഗോഡ്സെ പറയുന്നത് ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം ഈ ഗാന്ധിയാണെന്നാണ്. വേറെ കുറേ കുറ്റങ്ങളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റം പറഞ്ഞ ഇതാണ്. അപ്പോൾ ഗാന്ധി പറയുന്ന രാമരാജ്യം എന്ന് പറയുന്നതും ഈ സംഘപരിവാർ പറയുന്ന രാമരാജ്യം എന്ന് പറയുന്നതും ഒന്നല്ല, അതിനൊരു പേരാണെന്നുള്ളൂ. പേരിലൊരു കഥയില്ല എന്ന് ഗാന്ധിയുടെ പ്രാർത്ഥനായോഗങ്ങളിൽ എപ്പോഴും നമ്മൾ കേട്ടിരുന്നു. ഈശ്വരൻ എന്നതും അള്ളാഹു എന്നതും നിൻ്റെ പേര് തന്നെ, അല്ലയോ ഭഗവൻ, അങ്ങ് എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ സമാധാനത്തിന് വേണ്ടിയാണ്, അഹിംസയ്ക്ക് വേണ്ടിയാണ്, ശരി, സത്യത്തിന് വേണ്ടിയാണ് ഗാന്ധി നിന്നത്, അല്ലാതെ അധികാരത്തിന് വേണ്ടിയല്ല. കാരശ്ശേരി മാഷെ, സംഘപരിവാർ പറയുന്നത് ഹേ റാം എന്ന് ഗാന്ധി പറഞ്ഞത് ഈ രാമനെ കുറിച്ചാണ്. ഹേ റാം എന്ന് ഗാന്ധി പറഞ്ഞു, ജയ് ശ്രീറാം എന്ന് സംഘപരിവാർ പറയുന്നു. ഇത് തമ്മിൽ വ്യത്യാസമില്ല എന്നാണ്. ഇന്നിപ്പോൾ മറ്റൊരു രാമനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന പ്രതിപക്ഷം പോലും നമ്മുടെ രാജ്യത്തില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ഇന്ന് അവധി കൊടുത്തിരിക്കുകയാണ്. നാളെ ഊഴമിട്ട് കോൺഗ്രസ് നേതാക്കൾ അയോധ്യയിലേക്ക് പോകും. ഇന്നത്തെ ദിവസം പോകാത്തതിന് മനസ്സുകൊണ്ട് വിഷമിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഇനി ഒരു തടസ്സവുമില്ല ഹിന്ദുരാഷ്ട്രവാദത്തിന്, ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പരിണമിച്ചെത്തുകയാണോ? ആ അർത്ഥത്തിൽ മരുന്നിനു പോലുമില്ലേ ഒരു ഗാന്ധിയുടെ പിൻതലമുറക്കാരനായ ഒരു കോൺഗ്രസ്? അല്പസമയം മുമ്പാണ് ശശി തരൂരും ഈ സൈറാം ശ്രീറാം എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടി രാമചന്ദ്ര സിയാവർ എന്ന് പറഞ്ഞാൽ ശ്രീറാം, ജയ് ശ്രീറാം എന്നുള്ളത് പോലെ തന്നെ തുടക്കത്തിലും അവസാനത്തിലും ഉണ്ട് എന്നതാണ്. മരുന്നിന് പോലും ഗാന്ധിയുടെ ഒരു പിൻതലമുറക്കാരനെ നമ്മുടെ രാജ്യം അവശേഷിപ്പിക്കാതെ പോയോ കാരശ്ശേരി മാഷെ? അരുൺ, എനിക്കിത് നിങ്ങൾ പറയുന്നത് കേൾക്കാനും അതിന് മറുപടി പറയാനൊക്കെ വാസ്തവമായ സങ്കടമുണ്ട്. കാരണം ഇന്നിപ്പോൾ ഡൽഹിയിൽ 6 ദിവസത്തെ അവധി കൊടുത്തു. ആരാണത്? ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെജ്രിവാളാണ് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹം ആരതി ഒഴുന്നതിൻ്റെ വർണ്ണചിത്രം ഞാൻ പത്രങ്ങളിൽ കണ്ടു. ഹിമാചൽ പ്രദേശിലെ കാര്യം ഇപ്പോൾ അരുൺ പറഞ്ഞു. പിന്നെ നിർഭാഗ്യവശാൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം, പ്രത്യേകിച്ച് ശാസ്ത്രി കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന അന്ന് തൊട്ട് തുടങ്ങി കോൺഗ്രസിൻ്റെ ഈ അപജയം. അപ്പോൾ അവർ നെഹ്റു ഈ പുരോഹിതന്മാരെ, മൗലവിമാരെ, ബിഷപ്പുമാരെ, ഈ ആൾദൈവങ്ങളെയൊന്നും തൻ്റെ 7 അയലത്ത് അടുപ്പിച്ചിരുന്നില്ല. അത് മാറി ഇന്ദിരാഗാന്ധിയുടെ കാലം വന്നപ്പോൾ അവർ മതമൗലികവാദത്തെയും മതഭീകരവാദത്തെയൊക്കെ ഒരു ഘട്ടത്തിൽ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ ഭിന്നർമാലയുടെ കാര്യമൊക്കെ നമുക്ക് ആലോചിച്ചാൽ അറിയാം. അവസാനം അവരതിൻ്റെ ഇരയായി തീർന്നു. കഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്നൊന്നും പഠിച്ചില്ല. ഈ അയോധ്യയിലെ കാര്യം എന്ന് വെച്ചാൽ 49 അവിടെ ഇങ്ങനെ പ്രതിഷ്ഠ കണ്ടു പള്ളിക്കകത്ത്. അത് കോടതി തന്നെ പറയുന്നുണ്ട് അത് വ്യാജമായി കൊണ്ടുവച്ചതാണ്. അത് കണ്ടപ്പോൾ ജവഹർലാൽ നെഹ്റു, വളരെയധികം മതേതരവാദിയായിരുന്ന, ജനാധിപത്യ വിശ്വാസിയായിരുന്ന ജവഹർലാൽ നെഹ്റു അത് അടച്ചിടാൻ പറഞ്ഞു. അത് ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ സ്വത്തല്ല, അത് ഈ രാജ്യത്തിൻ്റെ പൗരാണിക സമ്പത്താണ്, ഇവിടുത്തെ പുരാവസ്തു വകുപ്പിൻ്റെതാണ്, ആരും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. സമാധാനമായല്ലോ. പക്ഷേ 1986 ആയപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി അത് ശിലാന്യാസത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. അവിടം തൊട്ട് പിഴയ്ക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ചുവടുകൾ. ഇന്നിപ്പോൾ ഇതിൻ്റെ ഈ തറക്കല്ലിടലിന് തന്നെ ക്ഷണിച്ചില്ല എന്ന് പരിഭവപ്പെട്ടല്ലോ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ അവർ പോയില്ല എന്ന് പറയും. കോൺഗ്രസിന് ഇതിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന്. UP-യിൽ ആദ്യം ഗോവധം നിരോധിക്കുന്നത് കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ? അപ്പോൾ എനിക്കിപ്പോൾ ഇതിലാകെ കേട്ടത് ഇനി കലഹമില്ല എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു എന്നുള്ളത് വളരെ അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനമാണത്. ശ്രീ KVS ഹരിദാസ്, മോഹൻ ഭാഗവത് പറയുന്നു ഇനി കലാപങ്ങളില്ല, കലഹമില്ല. ഇനി കലഹത്തിൻ്റെയും കലാപത്തിൻ്റെയും ഒന്നും ആവശ്യം യഥാർത്ഥത്തിൽ RSSനില്ല, സംഘപരിവാറിനില്ല.
നേരത്തെ ഈ ചർച്ച തുടങ്ങുമ്പോൾ എം.എൻ. കാരശ്ശേരി പറഞ്ഞൊരു കാര്യമുണ്ട്. ജനാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു ചരിത്ര സാഹചര്യത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഭരണം, അധികാരം, ആ അധികാരത്തിൽ ഇനിയും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അമിത വൈകാരികതയുടെ പ്രയോഗം, അതിലൂടെയൊക്കെ വലിയ സീറ്റിലേക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റിമറിക്കാവുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം അധികം ദൂരം വേണ്ട അതിലേക്കൊക്കെ എത്തിച്ചേരാൻ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രീ KVS ഹരിദാസ്, ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, അനേക കാലത്തെ നിയമ പോരാട്ടങ്ങളിലൂടെ നാം ന്യായം നേടിയെടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെ പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കലാപങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. രണ്ടു വശത്തും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിയമ പോരാട്ടങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്തിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹം ഒറ്റയടിക്ക് റദ്ദാക്കി കളയുന്നത് ഈ പറയുന്ന ക്രൂരമായ ഹത്യകളുടെ ചരിത്രമാണ്. അങ്ങയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് അങ്ങൊന്ന് പറയൂ. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെ, ഈ പറയുന്ന കാരശ്ശേരി മാഷ് പറഞ്ഞ കണക്ക് ഇന്ദിരാഗാന്ധി അംഗീകരിക്കണമെന്നില്ല, ഏകാധിപതിയായിരുന്നു എന്ന് പറയാം, രാജീവ് ഗാന്ധി ഇത് തുറന്നു കൊടുത്തു എന്നൊക്കെ പറയാം. അപ്പോഴും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ താങ്കൾ കണ്ടിട്ടുണ്ടോ ഈ പട്ടും വെള്ളിക്കുടയുമൊക്കെ ആയിട്ട് വന്നൊരു പ്രതിഷ്ഠ നിർവഹിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ? അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ കാണാൻ ജനാധിപത്യ വിശ്വാസിയായ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല ഉണ്ണിയോടൊക്കെ എനിക്ക് എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. എന്നോട് പറയണ്ട, ജനങ്ങളോട് പറഞ്ഞു. സത്യത്തിൽ സഹതാപമാ തോന്നുന്നേ. നല്ലല്ല, നിങ്ങളോടാണ് ആദ്യം അഡ്രസ്, നിങ്ങളെയാണ് ആദ്യം അഡ്രസ്. നിങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നവരാ. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടില്ലേ? കമലാപതി ത്രിപാഠി ആരായിരുന്നു ഉണ്ണി? കാശി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു? ആ കമലാപതി ത്രിപാഠിയും ഇന്ദിരാഗാന്ധിയും കൂടി കാശി ക്ഷേത്രത്തിൽ പോയി പൂജിക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നില്ലേ? കേരളത്തില് ലത്തീൻ കത്തോലിക്കരുടെയും പെന്തക്കോസ്തുകാരുടെയും സമ്മേളന വേദികളിൽ പോയി നിറഞ്ഞു നിൽക്കുന്ന മന്ത്രിമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ അവർ പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൂതാശ ചെയ്യുന്ന മന്ത്രിമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രണ്ട് മുന്നണിയിലുള്ളവര്. ഇതൊക്കെ ഭക്തിയും ഇവിടുത്തെ സെക്കുലറിസത്തിന്റെ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഇവിടുത്തെ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മതത്തിന് എതിരല്ല, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന സംശീകരിക്കുന്നതാണ്. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇവിടുത്തെ അതിനകത്ത് ബുദ്ധിപരമായ എന്നാൽ തെറ്റായ ഒരു വാദമുണ്ട്. ഒരു മതാചാരത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അവിടെ പോയി വരയ്ക്കുകയോ ഒരു ക്ഷേത്രത്തിൽ പോവുകയോ ഒക്കെ ചെയ്തുകൊള്ളൂ. അതിനകത്ത് ആരാ തടസ്സം നിൽക്കുന്നത്? അതൊന്നും ഇവിടെ പ്രശ്നമേ അല്ല. മറിച്ച് ഒരു ദൈവത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ കലാപത്തിലേക്ക് രാജ്യം പോകുന്നു. പിന്നെ ഭൂരിപക്ഷ അംഗീകാരം നേടി ആ അധികാരം ഉപയോഗിച്ച് ജുഡീഷ്യറിയെ പോലെ സ്വാധീനിച്ച് വിശ്വാസം എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടൊരു ജുഡീഷ്യറി തീരുമാനം പ്രഖ്യാപിക്കുന്നു. ഈ പറയുന്ന കലാപങ്ങളെല്ലാം ഒറ്റടിക്ക്, ഈ രക്തസാക്ഷികളെല്ലാം ഒറ്റടിക്ക് റദ്ദാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതാ നിയമപരമായി വിജയം നേടിയെടുത്തിരിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നു. അങ്ങനെ ചരിത്രത്തിലെ എല്ലാ വസ്തുതകളെയും വളച്ചൊടിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. CH മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ CH മുഹമ്മദ് കോയ കേരളത്തിലൊരു മോസ്കിന്റെ തറക്കല്ലിട്ടു എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? കേരളം അംഗീകരിക്കുമോ? നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം, വികലമായ ഇടതുപക്ഷ ഒരു നെഗറ്റീവ് അപ്രോച്ചിന്റെ താങ്കൾ ഇത് ആവർത്തിച്ചു പറയുന്നതുകൊണ്ട് ഒന്ന് വ്യക്തതയ്ക്ക് ഇന്നിപ്പോൾ മോദി നടത്തിയ അതേ പ്രസംഗം അല്ല, താങ്കൾക്ക് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ വേണ്ടിയിട്ടാണ്. മോദി നടത്തിയ അതേ പ്രസംഗം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും മറ്റൊരു നേതാവാണ് ഈ രൂപത്തിൽ പ്രസംഗിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? മറ്റൊരു മതവുമായി ബന്ധപ്പെട്ടാണ് പ്രസംഗം നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും നിലപാട്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഏത് മതത്തെക്കുറിച്ചാ മോഡി പ്രസംഗിച്ചത്? വേറെ ഏത് മതത്തെക്കുറിച്ചാ അദ്ദേഹം സൂചിപ്പിച്ചത്? നിങ്ങൾ ആ പ്രസംഗം മുഴുവനും ഒന്നുകൂടി മുഴുവൻ കേട്ടു. അവിടെ എന്താ അദ്ദേഹം പറഞ്ഞു? രാമന്റെ അല്ല പറഞ്ഞു. സ്മൃതി ഒന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ. സ്മൃതി, എനിക്ക് ഇങ്ങനെ നിങ്ങൾ ഓരോ വാക്കിലും അതാ നല്ലത്. നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള നിങ്ങൾക്ക് ഇതിലുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ ചാനലിന്റെ ഇൻട്രസ്റ്റും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി കൂടി തന്നെയാണ് ഈ ചർച്ചയ്ക്ക് ഇവിടെ വരുന്നത്. സന്തോഷത്തോടു കൂടിയൊന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മോഡിയുടെ പ്രസംഗത്തിൽ എന്താ അപകടമുള്ളേ? മോഡി പറഞ്ഞത്, മോഡി അവിടെ അഡ്രസ്സ് ചെയ്തത് അവിടെ പങ്കെടുക്കുന്ന ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ഇന്ത്യയുടെ വിവിധ തലങ്ങളിലുള്ള ആൾക്കാരെയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ്, രാജ്യം മുഴുവൻ ലോകം മുഴുവൻ അത് കാണും കേൾക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താ? രാമന്റെ ക്ഷേത്രം ഉയർന്നാൽ ഇവിടെ കലാപം ഉയരും എന്ന് പ്രസംഗിച്ച് നടന്നവരില്ലേ? അവരെ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് അവർ വരുന്നുണ്ടോ? പക്ഷേ രാമന്റെ ക്ഷേത്രം ഉയരുന്ന ദിവസം ഇന്ത്യ മുഴുവൻ ആഹ്ലാദ തിമിർപ്പിലാണ്. ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ഹിന്ദുക്കള് അതിനെ പൂജിക്കുന്നു. ഇന്ന് വൈകുന്നേരം കോടാനുകോടി വീടുകളിൽ ചരാതുകൾ കത്തുന്നു. ഏത് തരത്തിലാണോ രാമൻ വനവാസം കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തുമ്പോൾ അയോധ്യയിലെ നിവാസികള് ദീപാവലി ആഘോഷിച്ചത്, അതുപോലെ ഇന്ന് ലോകം മുഴുവൻ ഇന്ന് ആഘോഷിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അത് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ആവേശമാണ്, ഒരു പുതിയ തരംഗം തന്നെയാണ്. വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത്. അതിൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവും, യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാകും, പക്ഷേ അസ്വസ്ഥതയിൽ നിന്നാവാം. ഇവിടെ വളരെ വ്യക്തമാണല്ലോ, ദേശീയ മനസാക്ഷിയുടെ ദേവാലയമാണ് ഇന്ന് ഉയർന്നിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അങ്ങനെ കണക്കാക്കുന്നുണ്ടോ? ദേശീയ മനസാക്ഷി, ഇന്ത്യയുടെ അടിസ്ഥാനമാണ് രാമൻ എന്ന് പറയുന്നു. ഇന്ത്യയുടെ അടിസ്ഥാനം അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഭരണഘടനയല്ലേ? ആ ഭരണഘടനയിലെ ആശയങ്ങളല്ലേ? ആ പ്രിയാമ്പിളിൽ പറയുന്നത് പോലെ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും വ്യക്തിയുടെ അന്തസ്സല്ലേ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ആധാരം? അതേതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമാണോ? നമ്മുടെ രാജ്യത്തിന് മതമുണ്ടോ KV സരിദാസ്? അങ്ങനെ രാജ്യത്തിന് മതമില്ല എന്നതാണ് ഭരണഘടനയുടെ നിലപാട്. എങ്ങനെയാണ് ഇന്ത്യയുടെ അടിസ്ഥാനം രാമനാകുന്നത്? പ്രധാനമന്ത്രി പറഞ്ഞതാണ് സർ. ഞാൻ അരുൺ ഒരു കാര്യം ഓർക്കണം. ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പോന്നു, കാരശ്ശേരി മാഷും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. 1950 നമ്മുടെ ആദ്യത്തെ ഭരണഘടന രൂപം കൊള്ളുമ്പോൾ അതിന്റെ ചട്ടയിൽ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയൊക്കെ ഫോട്ടോ വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ടിപ്പു സുൽത്താന്റെ ഉണ്ട്, ഭരണഘടനയുടെ കോപ്പി ഇന്നും അക്ബറിന്റെ ഉണ്ട്, ഝാൻസി റാണിയുടെ ഉണ്ട്. ടിപ്പു സുൽത്താനൊന്നുമില്ല അതിനകത്ത്. അക്ബറിന്റെ ഉണ്ട്, അക്ബറിന്റെ ഉണ്ട്, ടിപ്പു സുൽത്താൻ അക്ബറിന്റെ ഉണ്ട് സർ. ഇല്ല, ഞാൻ കാണുന്നില്ല. അക്ബറിന്റെ ഉണ്ട്, തോന്നുന്നില്ല. അക്ബറിന്റെ ഉണ്ട്, ബുദ്ധന്റെ ഉണ്ട്, അക്ബറിന്റെയും ബുദ്ധന്റെയും ഝാൻസി റാണിയുടെയും ഉണ്ട്. നമ്മള് ബുദ്ധൻ അതൊക്കെ ഉണ്ടാവും, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ബുദ്ധനും ഉണ്ടാവാം. അപ്പൊ ശ്രീരാമ മാത്രമല്ല അക്ബറും ഉണ്ട്. വേറൊരു കാര്യമുള്ളത് അല്ല, ശ്രീരാമനും കൃഷ്ണനും കുറെ പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. ഞാനിത് പറയാൻ കാരണം അതൊന്നുകൂടി പരിശോധിക്കാം. കാരണം അതിന്റെ ടെക്സ്റ്റ് എന്റെ കയ്യിലുണ്ട്. തൊട്ടടുത്ത പേജുകളിലായിട്ട് ബുദ്ധനുണ്ട്, പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ അധ്യായത്തിൽ ശ്രീരാമനുമുണ്ട്. പറയാൻ കാരണം സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാവും. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം നമ്മുടെ ഒരു സംസ്കാരം എന്താ, എല്ലാ മതങ്ങളെയും സ്വാംശീകരിക്കുന്നത് തന്നെയാണ്. അതാണ് നമ്മുടെ സെക്കുലർ കൺസെപ്റ്റ്. ഈ സെക്കുലറിസം എന്ന വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ വന്നതെന്നാന്ന് അരുണിന് അറിയാലോ. പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലിട്ടിട്ട് അടിയന്തരാവസ്ഥയുടെ മറവിലാണ് ഇത് അടിച്ചു ചേർത്ത് വെച്ചത്. അല്ലെങ്കിലും അതിനു മുമ്പ് ഇന്ത്യ സെക്കുലർ ആയിരുന്നു, അതിനുശേഷം ആ വാക്ക് ഇല്ലെങ്കിലും ഇന്ത്യ സെക്കുലർ തന്നെയാണ്. ഞാൻ അതിനും കാരണം പറയാൻ കാരണം ഇവിടുത്തെ ഹിന്ദുവിന്റെ മനസ്സ് സെക്കുലറാണ്. ഇവിടുത്തെ ഹിന്ദുവിന്റെ രക്തത്തിൽ സെക്കുലറിസം ഉണ്ട്. അതുകൊണ്ടാണ് ഭാരതം മറ്റേത് രാജ്യത്ത് എന്ത് അപകടം വന്നാലും ഇന്ത്യ എപ്പോഴും സെക്കുലർ തന്നെയായിരിക്കും. ഇന്ത്യയുടെ മനസ്സ് ജനാധിപത്യപരമാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനതയുടെ രക്തത്തിൽ ജനാധിപത്യം. 1992 ഡിസംബർ 6-ാം തീയതി ആ താഴികക്കുടം തകർത്തത്. ഞാൻ പൂർത്തിയാക്കട്ടെ അരുണേ. പ്രധാനമന്ത്രി നന്ദി പറയുന്നുണ്ട്. ഞാൻ മറുപടി പറയാം. ഞാൻ പറഞ്ഞത് ജനാധിപത്യ ബോധമുണ്ട്. ആ ജനാധിപത്യ ബോധം നമ്മുടെ രക്തത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴും ഏകാധിപതികൾ വാഴാൻ ശ്രമിച്ചപ്പോഴും ഒക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അതും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ത്യ ജനാധിപത്യ രാജ്യം തന്നെയായിരിക്കും, ഇന്ത്യ സെക്യുലർ നേഷൻ തന്നെയായിരിക്കും. അതില് സെക്യുലറിസത്തിന്റെ മറവില് ജനുവരി 22 മുമ്പ്
22-ന് ശേഷം എന്ന രീതിയിൽ രാജ്യം മാറുന്നുണ്ടോ? അരുണിനെ കേൾക്കുന്നില്ല. അരുണിന്റെ ശബ്ദത്തിൽ ചെറിയൊരു തടസ്സമുണ്ട്. അരുൺ, കേൾക്കാം, പറഞ്ഞോളൂ. അരുൺ, തിരികെ വരാം. അരുൺകുമാർ, താങ്കൾക്ക് പറയാം. യെസ്, ഇവിടെ BJPയുടെ പ്രതിനിധി അടക്കം പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള സാഹചര്യം ഒരുക്കിയത് സുപ്രീം കോടതി വിധിയെ തുടർന്നാണെന്ന്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അടക്കം പ്രസംഗിക്കുമ്പോഴും കോടതിയെ വലിയ തരത്തിൽ അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ചരിത്രത്തിൽ, സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ജഡ്ജ്മെന്റ് പുറത്തു വരുമ്പോൾ വിധി പറഞ്ഞ ജഡ്ജിമാരുടെ പേരോ ഒപ്പോ ഇല്ലാത്ത ഒരു വിധിന്യായം പുറത്തു വന്നിട്ടുണ്ടോ? അങ്ങനെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിന്യായമാണ്. 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പരിശോധിച്ച കേസ്, ആരാണ് ഈ ഉത്തരവ് പാസാക്കിയത്, ആരാണ് ആ ഉത്തരവിന് നേതൃത്വം കൊടുത്തതെന്ന് പറയാതെ ഒപ്പിടാതെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഏക ജഡ്ജ്മെന്റാണ് ജഡ്ജിമാരുടെ പേരും ഒപ്പുമില്ലാത്ത ജഡ്ജ്മെന്റ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 1528 ബാബറി മസ്ജിദ് സ്ഥാപിച്ചത്. 1528 മുതൽ കൃത്യമായി പറഞ്ഞാൽ 1855 വരെ ഒരു തർക്കവുമില്ല. 1855 തർക്കം ഹനുമാൻഗഡ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ ഒരു മസ്ജിദ് പൊളിച്ചിട്ടാണ് ഹനുമാൻഗഡ് ക്ഷേത്രം നിർമ്മിച്ചതെന്നുള്ള തർക്കമാണ്. ആ തർക്കം പിന്നീട് വരുമ്പോൾ 1949 മുതൽ നടന്ന ചരിത്രപരമായ 4 തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് സുപ്രീം കോടതി അതിന്റെ ഒരു സിവിൽ തർക്കത്തിൽ യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കാതെ ഒരു പേര് വെളിപ്പെടുത്താത്ത ഒരു വിധിന്യായത്തിലേക്ക് വന്നത്. 1949 ബാലനായ രാമന്റെ വിഗ്രഹം കൊണ്ടുപോയി വയ്ക്കാൻ അനുവദിച്ചത് 1ാമത്തെ തെറ്റായി കണ്ടെത്തി. 1986 മറ്റു മതത്തിലുള്ളവർക്ക് ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തത് 2ാമത്തെ തെറ്റായി വിലയിരുത്തി. 1989 ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തത് 3ാമത്തെ തെറ്റായിട്ട് വിലയിരുത്തി. 1992 ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർക്കാൻ അനുവദിച്ചത് 4ാമത്തെ തെറ്റായിട്ട് വിലയിരുത്തി. ആ 4 തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അവിടെ തന്നെ ക്ഷേത്രം പണിയാൻ അനുവദിച്ചു. ആരോടാ പറഞ്ഞത്? ഒരു ട്രസ്റ്റിനോടാണ്, പ്രധാനമന്ത്രിയോടല്ല, രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോടല്ല. ആ ട്രസ്റ്റിനാണ് നേതൃത്വം കൊടുത്തത്. 5 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു 5 ഏക്കർ സ്ഥലത്ത് മറ്റൊരു ട്രസ്റ്റ് പള്ളി പണിയണം എന്ന് പറഞ്ഞു. ഇവിടെ എവിടെയാണ് മറ്റൊരു ട്രസ്റ്റിനെ ഏൽപ്പിച്ച ആ പ്രക്രിയ? എവിടെ തുടക്കം കുറിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായില്ല. അതായത് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചത് സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയായി ഏറ്റെടുത്ത് ആ സ്റ്റേറ്റ് തന്നെ നടപ്പാക്കുകയാണ്. ഡോക്ടർ VR അംബേദ്കർ പറഞ്ഞില്ലേ, എത്ര നല്ല ഭരണഘടന ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അത് നടപ്പാക്കാൻ കാര്യശേഷിയുള്ള നല്ല നേതൃത്വമില്ലെങ്കിൽ ആ ഭരണഘടന കൊണ്ട് പ്രയോജനമില്ല എന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. കാരണം ഭരണഘടനയിൽ മതനിരപേക്ഷ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുമ്പോഴും ഈ രാജ്യം ഒരു മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന തരത്തിലേക്ക്, മറ്റ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ എല്ലാ അവകാശങ്ങളും തകർക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചോദിച്ചില്ലേ, ആരോടും കൂറ് കാണിക്കാതെ, ഒരാളോടും എല്ലാവരോടും ആരോടും അമിതമായി കൂറ് കാണിക്കാതെ എല്ലാവരോടും വിശ്വാസത്തോടെ പെരുമാറും എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്ന് തിരിച്ചറിയാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ വിധി പറഞ്ഞ 5 ജഡ്ജിമാരെയും ഈ ചടങ്ങിലേക്ക് വിളിച്ചു. ഒന്നാലോചിച്ചോട്ടെ, സിവിൽ തർക്കങ്ങളിൽ പല ജഡ്ജിമാർ വിധി പറയും. തങ്ങൾ വിധി പറഞ്ഞ ആ ഫേവറായിട്ട് വിധി പറഞ്ഞവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഏതെങ്കിലും ജഡ്ജിമാർ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടാകാറുണ്ടോ? ഇന്നൊരു ജഡ്ജി പങ്കെടുത്തല്ലോ, അത് ശരിയാണോ എന്ന് അദ്ദേഹം തന്നെയാണ് പരിശോധിക്കേണ്ടത്. അത്തരത്തിൽ എക്സിക്യൂട്ടീവിനെ, അതുപോലെ ലെജിസ്ലേച്ചറെ, ജുഡീഷ്യറിയെ എല്ലാം തങ്ങളുടെ കൈക്കുള്ളിലേക്ക് ഒതുക്കിക്കൊണ്ട് നടത്തുന്ന പ്രക്രിയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മരണമൊഴി ശരിക്കും വിളിച്ചോതുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഭരണഘടനയെ തകർത്തിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ വരെ അടിച്ചമർത്തുകയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധി പറയുമ്പോൾ എന്താ പറഞ്ഞത്? അതിന്റെ പ്രോസസ്സ് മുഴുവൻ തെറ്റാണ്. 370 എടുത്തു കളയുന്ന പ്രോസസ്സ് മുഴുവൻ തെറ്റാണ്. പക്ഷെ നയപരമായ കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നില്ല. ആർട്ടിക്കിൾ 3 ഒരു സ്റ്റേറ്റിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാൻ അധികാരമില്ല പൂർണ്ണമായിട്ട്. പക്ഷെ അത് ഒരു അണ്ടർടേക്ക് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നില്ല. ഇവിടെ ഭരണഘടന മരിക്കുകയാണ്. ആർട്ടിക്കിൾ 3ക്ക് വിരുദ്ധമായി കാശ്മീരിന്റെ വിശേഷാധികാരം എടുത്തു കളയുമ്പോഴും കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുമ്പോഴുമെല്ലാം ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് ഭരണഘടനാ ബെഞ്ച് തന്നെ പറയുകയാണ്. ഇതും ഭരണഘടനാ ബെഞ്ചിന് വിട്ട വിഷയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ സിവിൽ തർക്കങ്ങളിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവും ഇടപെടേണ്ട രൂപത്തിൽ ഇടപെടാതെ പേര് പോലും വെളിപ്പെടുത്താത്ത ഒരു വിധിന്യായത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റുക എന്ന സംഘപരിവാറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി
ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് എന്ന രൂപത്തിൽ തന്നെ ഒരു വിഭാഗത്തിന് വേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇതിലും കോൺഗ്രസിന്റെ ഒരു കുറ്റകരമായിട്ടുള്ള ഒരു ഇടപെടലുകൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളാണ് ഇതിന്റെ യഥാർത്ഥ ആളുകൾ എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് 49-ലായാലും 86-ലായാലും 89-ലായാലും 92-ലായാലും കോൺഗ്രസ് ഇതിനു വേണ്ടി എല്ലാ തരത്തിലും ചൂട്ട് കാണിച്ചു കൊടുത്തത് നമ്മുടെ മുന്നിലുണ്ട്. ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലും വെള്ളി ഇഷ്ടിക കൊടുത്തതും അതിന്റെ ശിലാന്യാസത്തിൽ വിളിച്ചില്ലെന്നുള്ള ചടങ്ങും ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൃത്യമായി അവധി പ്രഖ്യാപിച്ചതും മറ്റു സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് CPM ആദ്യം മുതൽ എടുത്ത നിലപാട്, സുപ്രീം കോടതിയുടെ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നത്, ശാശ്വതമായി ഈ പ്രശ്നം കുറെ വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ, ഒരു തർക്കം അവിടെ പരിഹരിക്കപ്പെടട്ടെ എന്ന രൂപത്തിലാണ്. പക്ഷേ കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയാക്കി ഇത് മാറ്റി ഒരു മതരാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഓരോ ദിവസവും ഭരണകൂടം ഇടപെട്ട് ഭരണഘടനയെ ഇല്ലാതാക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളെല്ലാം വളരെ ആശങ്കയിലാണ്, കടുത്ത രോഷത്തിൽ തന്നെയാണ്. ഇതൊന്നും ആരും പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മതനിരപേക്ഷ കാഴ്ച പ്രകടിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. KVS ഹരിദാസ്, താങ്കൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, രാജ്യം മുഴുവൻ സന്തോഷമല്ലേ, രാജ്യത്തെ ജനങ്ങളെല്ലാം തെരുവിലേക്ക് ഇറങ്ങി ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. നോക്കൂ, ഞാനൊരു കണക്ക് പറയാം. ഇപ്പം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ശതമാനം എത്രയായിരിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ. 37% BJPയുടെ വോട്ട്. രാജ്യത്ത് മൊത്തം ഹിന്ദുക്കൾ എത്രയുണ്ടെന്ന് അറിയാമല്ലോ അങ്ങേക്ക്? 80%. കൃത്യം കണക്ക് പറഞ്ഞാൽ 79.8%. നമുക്ക് ബാക്കി 20 പേരെ അങ്ങ് മാറ്റി നിർത്താം. ഹിന്ദുക്കൾ 80-ഉം ബാക്കിയുള്ളവർ 20-ഉം. ഈ 80 പേരുടെ കണക്കെടുത്താൽ 37 പേർ BJPക്കൊപ്പം നിൽക്കുമ്പോൾ 43 പേർ BJPക്കെതിരായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4-4.5 പതിറ്റാണ്ട് കാലമായി രാമൻ്റെ പേരിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രചാരണത്തിലും വീഴാത്ത 43 പേർ അപ്പുറത്ത് നിൽക്കുന്നു, നിങ്ങൾക്കെതിരായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് താങ്കൾ പറയുന്നത് ഈ 43-ഉം ബാക്കി 20-ഉം കൂടി ചേർത്താൽ 63 പേർ പങ്കെടുക്കാത്തൊരാഹ്ലാദ നൃത്തമാണ് ഇന്ത്യൻ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല ഉണ്ണിയുടെ കണക്ക് അവിടെ ഇരിക്കട്ടെ. വോട്ടിന്റെ കണക്കും ഹിന്ദു വിശ്വാസികളുടെ കണക്കും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ അയോധ്യ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ അവസാന ഘട്ടത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ ഹിന്ദു ഭവനങ്ങൾ കയറി ഇറങ്ങി, വിശ്വാസികളുടെ ഭവനങ്ങൾ കയറി ഇറങ്ങി അക്ഷതം കൊടുത്തിരുന്നു. അയോധ്യയിൽ പൂജിച്ച ശ്രീരാമന്റെ അനുഗ്രഹമുള്ള അക്ഷതവുമായിട്ട് ക്ഷേത്രത്തിന്റെ പുതിയ ഫോട്ടോയുമായിട്ട് കോടാനുകോടി വീടുകളിൽ എത്തിയിട്ടുണ്ട്. കോടാനുകോടി കേരളത്തിലുമുണ്ട്. കേരളത്തിലെ ലക്ഷാവധി വീടുകളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് അത് ചെല്ലാത്ത വീടുകൾ, ചില വീടുകളിൽ കയറാതെ പോയിട്ടുണ്ടാവും. അവിടെയൊക്കെ അന്വേഷിച്ചു വന്ന് വാങ്ങാൻ തയ്യാറായ ഹിന്ദു ജനങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊരു ഒരു മാസ് മൂവ്മെന്റ് തന്നെയായിരുന്നു. ഇന്ന് കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങളിൽ, അതില് RSS മാത്രമല്ല, SNDP ഉണ്ട്, NSS ഉണ്ട്, തീവ്രസഭയുണ്ട്, പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്, വനവാസി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഇവരൊക്കെ ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങളില് ഇന്ന് വലിയ കൂട്ടായ്മകളായിരുന്നു. രാവിലെ മുതൽ നൂറുകണക്കിന് ആൾക്കാർ വീടുകളിൽ അമ്പലങ്ങളിൽ വന്നിട്ട് ഈ TV സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുക, അമ്മമാരും സഹോദരിമാരും അടക്കം. അതൊന്നും RSSന്റെ മാത്രം കഴിവല്ല. ഇവിടുത്തെ മുഴുവൻ ഹിന്ദു സമൂഹത്തിലും ഉണ്ടായിട്ടുള്ള ഒരു ഉണർവാണ് അത് കാണിക്കുന്നത്. ആ ഉണർവ് വോട്ടായി മാറണ്ടേ? കേരളത്തിന്റെ ഡാറ്റയിൽ താങ്കളെ പിന്തുണയ്ക്കുന്നില്ല. 16% പരമാവധി നിങ്ങൾ നേടിയ വോട്ടെന്ന് പറയുന്നത് കേരളത്തിൽ. അപ്പോഴും 84 പേര് അപ്പുറത്ത് നിൽക്കുകയാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, നമ്മൾ ഈ പറയുന്ന വിശ്വാസമുണ്ട്. അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദുക്കൾ മതേതരവാദികളാണ്,
ഹിന്ദുക്കൾ ജനാധിപത്യ വിശ്വാസികളാണ്. അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ആ ജനാധിപത്യ വിശ്വാസികളായ മതേതര വിശ്വാസികളായ ഹിന്ദുക്കൾ 84 പേർ അപ്പുറത്താണ്, 16 പേരാണ് ഇപ്പുറത്ത്. കേരളത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. നമ്മളിതൊക്കെ ഡാറ്റ വെച്ചൊന്ന് പരിശോധിക്കേണ്ട. എല്ലാ വീട്ടിലേക്കും പ്രസാദം ചെന്നു, എല്ലാ വീട്ടിലേക്കും അക്ഷതം ചെന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതാ കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ഈ കാവി വിരിച്ചിരിക്കുന്നു, പുതപ്പിച്ചിരിക്കുന്നു എന്ന അഭിമാനം കൊള്ളാനൊന്നും ഞാൻ കണക്കുകളാണ് പറയുന്നത്, അത് സപ്പോർട്ട് ചെയ്യുന്നില്ല ശ്രീ കെ വി ഹരിദാസ്. അല്ല ഉണ്ണിക്കാണ് തെറ്റുപറ്റിയത്. ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത് മുഴുവൻ വോട്ടിന് വേണ്ടിയിട്ടല്ല, ഞങ്ങളൊരു നാഷണൽ കോസിന് വേണ്ടിയിട്ടാണ്. ശ്രീരാമനെ നരേന്ദ്രമോദി പറഞ്ഞില്ലേ, ഒരു ദേശീയ വികാരമാണ് ശ്രീരാമൻ. അവിടെയാണ് അതിനൊപ്പം ഞങ്ങൾ നിൽക്കുക ചെയ്യുന്നേ. നിങ്ങളുടെ വിലയിരുത്തല് അല്ലല്ല, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ അരുണ, ഞാൻ ഒന്ന് തീർച്ചയായിട്ടും അങ്ങേക്ക് സമയം കിട്ടും. ഈ ടിപ്പു സുൽത്താൻ ഭരണഘടനയിലില്ല എന്ന് പറഞ്ഞു, ഭരണഘടനയിലുണ്ട്. 16-ാമത്തെ അധ്യായത്തിലാണ്. ഞാനൊന്ന് ക്രോസ് ചെയ്യായിരുന്നു. അക്ബർ നമ്മുടെ ഭരണഘടനയിലുണ്ട്, ബുദ്ധനുണ്ട്, സിഖുകാരുടെ ദൈവങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ദൈവമോ ദേശീയ വികാരമോ രാമനല്ല, അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരാണ്. അവരുടെ അന്തസ്സാണ് ഇന്ത്യയുടെ വികാരം എന്നുള്ളത്. അതിനെയാണ് രാമനിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുന്നത്. അതായിരുന്നു എൻ്റെ ചോദ്യം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അങ്ങിപ്പോൾ ആവർത്തിക്കുന്നത് പോലെ, ഇന്ത്യയുടെ വികാരം ഒരു നാഷണൽ മൂവ്മെൻ്റ് ആയിട്ട് രാമജന്മഭൂമി എങ്ങനെ മാറുന്നു? എൽ കെ അദ്വാനി പറഞ്ഞത് എന്താ? അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് എന്നാണ്. അക്ഷരം കൊടുത്തതും ആ അർത്ഥത്തിൽ അതിൻ്റെ തുടർച്ചയല്ലേ? അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് അല്ലേ കെ വി എസ് ഹരിദാസ്? അക്ഷതം കൊടുത്തത് രാഷ്ട്രീയ മൂവ്മെന്റ് അല്ല. അതിൽ ഞാൻ പറയുന്നത്, ഞങ്ങളോടൊപ്പം നിൽക്കാത്ത, BJP-യോടൊപ്പം നിൽക്കാത്തവരും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയുടെ ഭാഗമായിട്ട്. അതൊരു ഹിന്ദു വികാരം ഉണർത്താനുള്ള ഞങ്ങളെപ്പോലെ എന്നെപ്പോലുള്ള ഒരു വിശ്വാസിയുടെ യത്നമായിരുന്നു അത്. ഈ ഉണർത്തേണ്ടതാണോ വികാരങ്ങളൊക്കെ? ഹിന്ദു വികാരങ്ങളോ ക്രിസ്തീയ വികാരങ്ങളോ ഈ ഇസ്ലാം വികാരങ്ങളോ ഒക്കെ ഉണർത്താനുള്ളതാണോ? മാത്രമല്ല ഈ ഹിന്ദു വികാരം കെ വി എസ് ഹരിദാസ്, നമ്മളാരാണ്? അത് മാത്രമല്ല ഈ ഹിന്ദു വികാരം ആർക്കെതിരെയാണ് നിങ്ങൾ ഉണർത്തുന്നത്? എന്തിനാണ് ഈ ഉണർത്തുന്നത്? അതങ്ങ് ഉണർന്നാ പോരെ? ഒരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. ഒരു അത് മാത്രമേ ബാക്കിയുള്ളൂ കെ വി എസ് ഹരിദാസ്. നടക്കുമ്പോൾ അതിലൂടെ ലക്ഷ്യം എന്തിനാ ബാക്കിയുള്ള പറയൂ, അതും കൂടി പറഞ്ഞിട്ട്. അല്ല, ചോദ്യം ചോദിക്കാനുള്ള ഈ അവകാശം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. എത്ര കാലം കൊണ്ടെന്ന് അറിയില്ല. അല്ല, ചോദ്യം ചോദിക്കാനുള്ള അവകാശമൊക്കെ അതിനൊക്കെ വേണ്ടി ഞങ്ങളും നിങ്ങളുടെ കൂടി ഉണ്ടാവും. കാരണം ഞാനും അടിസ്ഥാനപരമായിട്ട് ഈ പണി ചെയ്തിരുന്ന ഒരാളാണ് വർഷങ്ങളോളം. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മളൊക്കെ നിങ്ങളുടെയൊന്നും തലമുറ അതിലുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിലും തെളിവിലും പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു വലിയ തലമുറ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല. ഞാനതാണ് അത് ആവർത്തിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് അതിനകത്തൊന്നും ആശങ്ക വേണ്ട. നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ വിളിച്ചു പോകാനുള്ള അവസരം കിട്ടുന്നത്. ഇത് കൂവലായി കെ വി എസ് ഹരിദാസിന് തോന്നുന്നത് ആ ജനാധിപത്യ ബോധം ഉള്ളത് കൊണ്ടാണോ കെ വി എസ് ഹരിദാസ്? അല്ല, നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാനുള്ള അധികാരം, കൂവൽ അല്ലെങ്കിൽ പറയാനുള്ള അധികാരം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എന്തും വിളിച്ചു പോവാനുള്ള, എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം, അത് തന്നെ ഈ രാജ്യത്തിന്റെ മഹത്വമല്ലേ? ശരി, ഇത് പാകിസ്ഥാനിൽ പോയാൽ ഉണ്ടാകുമോ? ഞാനൊന്ന് കാരശ്ശേരി മാഷിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞത് ദേശീയ മനസാക്ഷിയുടെ ദേവാലയം, ആ വാക്ക് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇന്ത്യയുടെ നിയമമാണ് എന്നാണ്, ഇന്ത്യയുടെ വിശ്വാസമാണ് എന്നാണ്, ഇന്ത്യയുടെ നായകനും നയവും രാമനാണ് എന്നാണ്. വളരെ ഫ്രൻസിയുടെ ഉന്മാദം നിറഞ്ഞൊരവസ്ഥയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾ. ഒരുപക്ഷെ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഭാരതീയ വിശ്വാസത്തിന്റെ പ്രാണപ്രതിഷ്ഠ. അതെ, കാരശ്ശേരി മാഷേ. അരുൺ, ഇപ്പോൾ ഇത് സെമിറ്റിക് മതങ്ങൾ പോലെ ഒരു ദൈവം, ഒരു വേദഗ്രന്ഥം, ഒരു നിയമസംഹിത, ഒരു വിശുദ്ധ കേന്ദ്രം എന്നൊക്കെ ആക്കിക്കൊണ്ടുവരികയാണിത്. അതായത് അയോധ്യ, ഇപ്പോൾ മക്ക പോലെ, ഇസ്രായേൽ പോലെ ഒരു വിശുദ്ധ കേന്ദ്രമാണ്. രാമായണം, ബൈബിള് പോലെ, ഖുർആൻ പോലെ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. രാമൻ
ക്രിസ്തുവിനെ പോലെയോ മുഹമ്മദ് നബിയെ പോലെയോ അല്ലെങ്കിൽ ദൈവത്തെ പോലെയുള്ള വേറൊരു പ്രതിരൂപമാണ് കാരണം എല്ലാവർക്കും അറിയുന്ന മാതിരി ഹിന്ദു മതം എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞതിന് മുമ്പ് നമ്മളങ്ങനെ മതം എന്ന് പറഞ്ഞിരുന്നില്ല ഈ നാട്ടിൽ. ഇപ്പോൾ അതിന് മുഴുവൻ അങ്ങനെ ഒരു ചിട്ട, ഒരു വ്യവസ്ഥ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലീജിയനാക്കി കൊണ്ടുവരുന്നത് അധികാര ലാഭത്തിന് വേണ്ടിയാണ്. അതിപ്പോൾ ജനാധിപത്യത്തിൽ, ഞാൻ ആവർത്തിക്കുകയാണ്, ജനാധിപത്യത്തിനെതിരായി പ്രവർത്തിക്കാൻ അതിനകത്ത് സൗകര്യമുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ സ്ത്രീകൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, ദളിതരെ ദളിതർക്കെതിരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് നമ്മുടെ ജനാധിപത്യം പലപ്പോഴും കാണിച്ചു തന്ന മാതിരി. ഇപ്പോൾ സതി അനുഷ്ഠിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് 1987 ഇന്ത്യയിലെ പല നഗരങ്ങളിലും 10,000-കണക്കിന് സ്ത്രീകൾ പ്രകടനം നടത്തിയല്ലോ. സ്ത്രീകളെ സ്ത്രീകൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം ഇതാണ് ജനാധിപത്യം എന്നാണ് ബഹുമാനപ്പെട്ട ശ്രീ ഹരിദാസ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒരു കാര്യം ഓർമ്മയാക്കട്ടെ. ചെറിയൊരു കാര്യമാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഏതാനും മാസങ്ങൾക്കകം കേരളത്തിലെ ചില കോളേജ് മാഗസിനുകളിൽ അദ്ദേഹത്തെ കളിയാക്കുന്ന ചില കാർട്ടൂണുകളും ചില അദ്ദേഹത്തെ വിമർശിക്കുന്ന ചില ലേഖനങ്ങളും അദ്ദേഹത്തെ പരിഹസിക്കുന്ന ചില കവിതകളൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഈ കോളേജ് മാഗസിന് സ്റ്റുഡൻറ്റ് എഡിറ്റർ മാത്രമല്ല സ്റ്റാഫ് എഡിറ്റർ ഉണ്ടാവും. ഇപ്പോൾ സ്റ്റാഫ് എഡിറ്റർക്ക് നേരെ കേസ് വന്നു. ഇത് വലിയ പ്രശ്നമാണ്. കാരണം കോളേജ് മാഗസിനിൽ പ്രധാനമന്ത്രിയെ കളിയാക്കിയ ഒരു സാധനം വന്നു, അത് ദേശവിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറഞ്ഞല്ലോ. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ പിന്നീട് ഇവിടുത്തെ കേരളത്തിലെ കോളേജ് മാഗസിനിൽ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്താ കാരണം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെൻസർ ഓഫീസ് വേണ്ട, പോലീസ് വേണ്ട, കോടതി വേണ്ട, കോളേജ് അധികാരികൾ, പ്രിൻസിപ്പലോ സ്റ്റാഫ് അഡ്വൈസറോ സ്റ്റാഫ് എഡിറ്ററോ അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡോ അത് തീർത്തോളും. അപ്പോൾ നരേന്ദ്രമോദിയെ കളിയാക്കിയുള്ള കാർട്ടൂണോ കവിതയോ ലേഖനോ ഒന്നും വേണ്ട. അത്ര പുറകോട്ട് പോകേണ്ട. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് തോന്നുന്നു ഒരു എഴുത്തുകാരൻ മോദിയെ വിമർശിച്ചുകൊണ്ട് മോദി മുഴുവൻ രാമായണം വായിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. കെ വി സജയ് മനോഹരമായ പഠനം എഴുതുന്ന ആളാണ്. അതെ, ഗവേഷകനാണ്. സജയ് പറഞ്ഞത് മോദി മുഴുവൻ രാമായണം വായിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് എന്ന് പറഞ്ഞതിന് അവിടെ അദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ ഇന്നലെ നടന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ മോദിയുടെ പ്രസംഗം രാമൻ അഗ്നിയല്ല ഊർജ്ജമാണ്. ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് മാഷെ. രാമൻ അഗ്നിയല്ല ഊർജ്ജമാണ്, രാമൻ വിവാദമല്ല സമാധാനമാണ് ഇന്ന് മോദിയുടെ പ്രസംഗത്തിൽ പറഞ്ഞാണ് ശ്രീ കെ വി എസ് ഹരിദാസ്. മോദി പറഞ്ഞത് ഈ സമാധാനമാണെന്ന് പറയുമ്പോൾ രാമന്റെ പേരിൽ ഇനിയൊരു സമാധാനക്കേട് ഉണ്ടാക്കില്ല എന്ന് ഉറപ്പാണോ ജനങ്ങൾക്ക് നൽകുന്നത്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് അരുൺ പറഞ്ഞതിലും കൂടി ഒരു പരാമർശം. അരുൺ അല്ലെങ്കിൽ ഈ സമയം പോകും, അതുകൊണ്ടാണ്. അരുൺ രാമജന്മഭൂമിയുടെ ചരിത്രത്തിൻ്റെ ഒരു പുതിയ അധ്യായം രചിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എനിക്ക് CPM നേതാക്കന്മാരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇത് ഡൽഹിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് ഇടയ്ക്ക് കാണാറുള്ള സുഹൃത്താണ് കേജ്രിവാൾ. ആ കേജ്രിവാളിനെങ്കിലും ഒന്ന് വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ദേശീയ തലത്തിലുള്ള സഖ്യകക്ഷിയല്ലേ ഇപ്പോൾ കോൺഗ്രസ്, അതിന്റെ നേതാക്കന്മാരെ ഒന്ന് വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കൂ. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തീസിസ് ഉണ്ടല്ലോ, അത് വികലമാണ്, വരട്ടുവാദമാണ് എന്നൊക്കെ ഞങ്ങൾ പണ്ട് പോലെ പറയാറുണ്ട്. അതിപ്പോൾ രാജ്യം മുഴുവൻ ഏതാണ്ട് അംഗീകരിച്ചു. അതുകൊണ്ടാണ് അവർ ഈ കൊച്ചു കേരളത്തിലേക്ക് ഒതുക്കപ്പെടുന്നത്. ഇവിടെ തന്നെ ഇവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ അയോധ്യയെക്കുറിച്ചും രാമജന്മഭൂമിയെക്കുറിച്ചൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള വികലമായ കാഴ്ചപ്പാടുമായിട്ട് പറ്റുമെങ്കിൽ അവർ ഉത്തരേന്ത്യയിലും കൂടി ഇറങ്ങട്ടെ, അതാണ് നല്ലത്. മമതാ ബാനർജി ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയിട്ടില്ല. അല്ല, രാഹുൽ ഗാന്ധി ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയതിന് മറുപടി ഇന്നലെ തന്നെ ആ ആശ്രമത്തിന്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർക്കിന്ന് രാവിലെ ഈ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങാര് കയറി വന്ന തലവേദനയായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും എന്നവർ പറഞ്ഞു. ഒരു ദേവാലയത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ഭക്തൻ എത്തുമ്പോ തലവേദനയാണോ ദൈവത്തിനുണ്ടാവുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടാവുക? അല്ലെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല, ആ ആശ്രമത്തിന്റെ ആൾക്കാർ പറഞ്ഞതാണ്. ചോദിക്കാൻ രാഹുൽ ഗാന്ധിയോട് പറയണം അത് അങ്ങനെയുണ്ടോ എന്ന്. അല്ല, ശരിയാണോ എന്നുള്ളതല്ല. അല്ലല്ല,
അരുണെ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ എനിക്ക് അസൗകര്യമുള്ള സമയത്താണ് ഞാൻ പറയും ഇപ്പൊ വന്നാൽ അല്ല പറ്റില്ല. അത് അങ്ങയുടെ വീടല്ല, അതൊരു ദേവാലയം. അത് അരുണിനും പറയേണ്ടി വരും. അരുണിന്റെ ഓഫീസിൽ അല്ലല്ല എന്തും ആയിക്കോട്ടെ, അതിന്റെ മാനേജ്മെന്റാ പറയുന്നേ. അതിന് അവർക്ക് വേറെ എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ. ഇത് അവരുടെ മുൻകൂർ അനുമതി മേടിച്ചിട്ടാണോ ചെല്ലുന്നത്? അനുമതി ഉണ്ടായിരുന്നു, ക്ഷണമുണ്ടായിരുന്നു. ഇതൊക്കെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പ്രവേശിക്കുന്നതിന് ഇനി അനുവാദം വേണം. ക്ഷേത്ര പ്രവേശനം എത്രയോ കാലം മുമ്പ് സാധ്യമാക്കിയതാണ് നമ്മൾ. ക്ഷേത്രമല്ല, ഇതൊരു ആശ്രമമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ അറിവിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ആശ്രമമാണ്, ആ ആശ്രമത്തിന്റെ മേലാളന്മാരാ തീരുമാനിക്കണേ ആര് വരണം, എന്ത് വേണം, ആർക്ക് വരണ്ട എന്നുള്ളതൊക്കെ. സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. അതൊരു പ്രൈവറ്റ് അതിനൊരു പബ്ലിക് എൻറ്റിറ്റിയൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു മാനേജ്മെന്റ് ഇല്ല, അവരല്ലേ തീരുമാനിക്കുന്നേ. അത്രേ ഉള്ളൂ അതിൽ. ഞാൻ പറഞ്ഞ് ജനാധിപത്യത്തിന് ഇവിടെ വലിയ വിലയുണ്ട്. നിങ്ങളിപ്പോ മോഡിക്കെതിരായിട്ട് കോളേജ് മാഗസിനെ കുറിച്ചൊക്കെ മാഷ് കുറ്റം പറഞ്ഞല്ലോ. കേരളത്തില് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ള, മുഖ്യമന്ത്രിക്കെതിരായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ള എത്ര പേരുടെ പണി പോയിട്ടിട്ട്, എത്ര പേർക്കെതിരായിട്ട് കേസ് എടുത്തിട്ടുണ്ട്? നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ടാവില്ലേ എപ്പോഴെങ്കിലും ഒക്കെ? അതൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ. ഞാൻ പറയുന്നത് മോഡി വിമർശനത്തിന് അതീതനൊന്നുമല്ല. മോഡിയെപ്പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം ആക്രമിക്കപ്പെട്ടിട്ടുള്ള, വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവും ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം അതാ. അദ്ദേഹത്തിന് അത്രമാത്രം കശാപ്പ് ചെയ്യാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചിട്ടില്ലേ? അതിനെയൊക്കെ നേരിട്ടിട്ടല്ലേ മോഡി ദേശീയ നിലവാരത്തിൽ ഈ ഒരു തലത്തിലേക്ക് ഉയർന്നത്? അതാണ് എം എൻ കാരശ്ശേരി ഭാഷ. ചരിത്രമാണ്. അതൊരു മെജോറിറ്റിയുടെ വിജയമാണ്. രാഷ്ട്രീയ ഭൂരിപക്ഷം. ഒരു മിനിറ്റ് കൂടി. ഒരു സെക്കൻഡ്. അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ പോയവര് എത്രത്തോളം നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തെല്ലാം കുത്തുവാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിന് അധിക്ഷേപിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എത്ര പേര് അദ്ദേഹത്തിനെതിരായിട്ട് തെങ്ങ് കയറിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മോചിതനായിട്ട് അദ്ദേഹം ഒരു ഏത് തലത്തിലേക്ക് എത്തിയെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ശരി, കാരശ്ശേരി മാഷേ, ആ രാഷ്ട്രീയാധികാരത്തിന്റെ പ്രയോഗമാണ് ഭയപ്പെടുന്നത്. ഈ വിശ്വഗുരു പ്രതിച്ഛായയിലേക്കുള്ള മോദിയുടെ മാറ്റമായിരുന്നു ഈ മുഖ്യ യജമാനായിട്ടുള്ള കാർമ്മികത്വം. കാരശ്ശേരി മാഷേ, അല്ല അരുൺ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 143 കോടി ജനങ്ങളുള്ള ഒരു മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് ലോകത്തിലെ വളരെ വലിയൊരു മാർക്കറ്റിൻ്റെ മാനേജർ എന്നുള്ള സ്വീകാര്യതയാണ്. അപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ അതുപോലെ മറ്റു രാജ്യങ്ങളിലോ ഒക്കെയുള്ള അവർക്ക് അവരുടെ കച്ചവടം, അവരുടെ പല തരത്തിലുള്ള വ്യവസായം, വ്യാപാരം, അതിനൊക്കെയുള്ള ഒരു മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. അപ്പോൾ പണ്ട് അദ്ദേഹത്തിന് വിസ കൊടുക്കാത്ത യൂറോപ്പും അമേരിക്കയൊക്കെ പിന്നെ അദ്ദേഹത്തെ ചുവപ്പ് പരതാനെ തിരിച്ച് സ്വീകരിച്ചല്ലോ. എന്താ കാരണം? അവരുടെ കച്ചവടം നടക്കണം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം, ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം പറയാണ്, അദ്ദേഹത്തെ അധിക്ഷേപിക്കാനല്ല, ഇപ്പോൾ അരുൺ ചോദിച്ചുകൊണ്ട് പറയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ താടി നീളുന്നു. അപ്പോൾ ഇതൊക്കെ ഇമേജ് നിർമ്മാണത്തിൻ്റെ ഒരു കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വിശ്വഗുരു എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ പറയാമായിരുന്ന ഒരാൾ ഗാന്ധിയാണ്. അദ്ദേഹത്തെ പറ്റി പോലും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഗുരുദേവ് എന്ന് ഗാന്ധി ടാഗോറിനെ വിളിച്ചിരുന്നു. അപ്പോൾ ഇത്തരം മാധ്യമങ്ങളോ അല്ലെങ്കിൽ PR വർക്ക് നടത്തുന്ന ആളുകളോ ഇടുന്ന പേരുകളാണ് ഇതൊക്കെ. വിശ്വമിത്രം എന്നും വിശ്വഗുരു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അവരുടെ രാഷ്ട്രീയ നിലപാടുകളും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഭാഷയുടെ പേരിലും ദേശീയതയുടെ പേരിലും മറ്റാളുകളെ അപരന്മാരാക്കി മാറ്റി നിർത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എങ്ങനെയാണ് വിശ്വഗുരു എന്നോ വിശ്വമിത്രം എന്നോ പറയാൻ പറ്റുക? അദ്ദേഹം ഒരു സവിശേഷമായ വർഗീയമായ സംഘപരിവാറിൻ്റെ ഹിംസാനിഷ്ഠമായ ഒരു കാര്യം. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം, ഇനിമേൽ കലഹങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇതുവരെ കലഹിച്ചതൊക്കെ, കലഹം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അധികാര ലാഭത്തിന് വേണ്ടിയാണ് എന്ന് സമ്മതിക്കലാണ്. അത് സത്യമായി പുലരട്ടെ എന്നാണ് എൻ്റെ വിചാരം. ഈ ചർച്ച അവസാനിപ്പിക്കാം. കൃഷ്ണ ജന്മഭൂമി എന്ന് പറഞ്ഞിട്ട്
താങ്ക് യു കാരശ്ശേരി മാഷെ. നന്ദി ശ്രീ KVS ഹരിദാസ്, നന്ദി ശ്രീ അഡ്വക്കേറ്റ് അരുൺകുമാർ ചർച്ചയിൽ പങ്കുചേർന്നതിന്. അപ്പോൾ നമുക്ക് ഈവനിംഗ് ഷോ അവസാനിപ്പിക്കാം. സമഗ്ര വാർത്തകളിലേക്ക് കിടക്കട്ടെ. സമഗ്ര വാർത്തകൾ കാണാം പ്രേക്ഷകർക്ക്. You are watching Reporter Evening Show.